രൂക്ഷമായ വാക്കുകൾ കൊണ്ട് കടന്നാക്രമിക്കുകയായിരുന്നു ഭരണപക്ഷത്തെ രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ. തിരിച്ചും രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തി ഭരണപക്ഷവും രംഗത്ത് വന്നു. വിഷ്ണുപ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, അങ്ങനെ പരസ്പരമുള്ള പോർവിളി, വിഡ്ഢി പരാമർശം, അത് ഏത് സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വരുന്നത്? തിരിച്ചുള്ള പരാമർശം എങ്ങനെയായിരുന്നു? സ്പീക്കറുടെ നിലപാടും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വിവരങ്ങൾ. തീർച്ചയായും പ്രജീഷ്, അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വിഡ്ഢി പരാമർശം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടും അവരുടെ ബുദ്ധിമുട്ടും തിരിച്ചറിയാത്ത ആളുകളുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ വില അറിയാത്ത ആളുകളുണ്ട്. അവർക്കുള്ളിൽ ചില തോന്നലുകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് അറിവുണ്ടാകുന്നത് എന്നതടക്കമുള്ള RSSും സംഘപരിവാറും പല കാലങ്ങളിൽ പല അവരുടെ തിങ്ക് ടാങ്കുകളെല്ലാം തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ കോർത്തിണക്കിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ആ വിമർശനത്തിൽ അദ്ദേഹം ആരെയും പേരെടുത്ത് പറഞ്ഞില്ല, ആരെയും ഒരു സംഘടനയും അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പിന്നീട് പറഞ്ഞതാണ് കൂടുതൽ ഇവരെ ചൊടിപ്പിച്ചത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇതിനെ പിന്തുടരുന്നവരെ, ഈ വിഡ്ഢികളെ പിന്തുടരുന്നവരെയാണ് നമ്മൾ അന്ധഭക്തർ എന്ന് വിളിക്കുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഇതാണ് ഭരണപക്ഷത്തെ ആകെ പ്രകോപിപ്പിച്ചത്. അവർ ആദ്യം പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ കാരണം. പിന്നീട് അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയും ഭരണപക്ഷ അംഗങ്ങളോട് ഇരിക്കാനും രാഹുൽ ഗാന്ധി പറയുന്നത് എന്തെന്ന് കേൾക്കാനും അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. ഒരു പടി കൂടി കടന്ന് ആഭ്യന്തരമന്ത്രിയെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് നടത്തിയ വിമർശനമായിരുന്നു പിന്നീട് സഭാ നടപടികൾ തടസ്സപ്പെടുന്നതിലേക്ക് എത്തിയത്. ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടത് കൊണ്ടാണ് തെരുവുകളിൽ പോലീസുകാർ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ അത്തരം ഒരു ഉത്തരവ് കാണിക്കണം. സഭ പിരിയുന്നത് വരെ ശക്തമായ വാഗ്വാദങ്ങളാണ് കണ്ടത്. 2:30-ക്ക് സഭ പുനരാരംഭിക്കുമ്പോൾ എന്തായിരിക്കും കാണാൻ പോകുന്നത് അറിയില്ല. നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ പ്രക്ഷുബ്ധമായി തന്നെ തുടരാനാണ് സാധ്യത.